അങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയല്ലേ. അപ്പോൾ ഇനി 2025 വളരെ നല്ലൊരു വർഷമായിരിക്കാനും നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളെല്ലാം അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു നമുക്കൊരു റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളുകൾ നമുക്ക് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ശീലമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതായത് ഒരു 5 മണിക്കോ അതിന് മുന്നോ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ശീലം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ അറിയാം, അവരെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരായിരുന്നു. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ അത് ചിലവഴിക്കാനും സാധിക്കും. കാരണം ആദ്യത്തെ കുറച്ച് അവറുകൾ, നമുക്ക് എഴുന്നേൽക്കുന്ന കുറച്ച് മണിക്കൂറുകൾ നമുക്ക് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ബുക്ക് റീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ മണിക്കൂറുകളെല്ലാം ചിലവഴിക്കാം. അപ്പോൾ ആദ്യത്തെ ശീലം എന്ന് പറയുന്നത്, ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം 5 മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് നോക്കുക. അപ്പോൾ എത്ര കൂടുതൽ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ അതൊരു ശീലമാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ്, വ്യായാമം. നമ്മളുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സെറട്ടോണിൻ പോലുള്ള നല്ല ഹോർമോണുകൾ, ഹാപ്പിനെസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടാനും നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവാനും അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനൊക്കെ കൺസിസ്റ്റൻ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വ്യായാമം നമ്മളെ സഹായിക്കും. അപ്പോൾ ദിവസേനയുള്ള വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിലുള്ള 5 അനുഗ്രഹങ്ങളെക്കുറിച്ചെങ്കിലും, ഏറ്റവും മിനിമം 5 അനുഗ്രഹങ്ങളെക്കുറിച്ചെങ്കിലും അതിനുള്ള നന്ദിയെങ്കിലും നമ്മൾ പ്രകാശിപ്പിക്കുക. ആ 5 അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള നന്ദി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എല്ലാ ദിവസവും എഴുതി വയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ പലരും നമ്മളെ പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന എനർജിയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇനിയുള്ളത് അഫർമേഷൻസ് ആണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് പറയുക, ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, എൻ്റെ ദിവസം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ നമ്മളോട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പോസിറ്റീവ് അഫർമേഷൻസ് ശീലമാക്കുക. ഇനി അവസാനത്തത് വിഷ്വലൈസേഷനാണ്. എപ്പോഴും നമ്മുടെ ലക്ഷ്യം നേടി എന്നുള്ള ആ ഒരു എൻഡ് പാർട്ട് എപ്പോഴും എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ സന്തോഷം ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആസ്വദിക്കുക. അപ്പോൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യം നമ്മിലേക്ക് എത്തി എന്നുള്ള ആ ഒരു ഫീല് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അവസാനത്തെ ശീലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ 2025 നിങ്ങൾ എന്തൊക്കെ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എളുപ്പം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഗോളുകളും ഈ ശീലങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.